ഇറാൻ ഇപ്പോൾ വളരെ വലിയ യുദ്ധഭീതിയിലാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തുടർച്ചയായ പ്രധാന നാഗരികതകളിൽ ഒന്നിന്റെ ആസ്ഥാനമായി ഇറാനെ നമുക്ക് കാണാൻ സാധിക്കും. BC 4000 മുതലുള്ള ചരിത്രപരവും നഗരവാസ കേന്ദ്രങ്ങളുമാണ് ഇവിടെയുള്ളത്. ഇറാനിയൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ഭാഗം പരമ്പരാഗത പുരാതന നിയർ ഈമാനുമായും പിന്നീട് കസേറ്റുകൾ, മന്നായക്കാർ, ഗുട്ടിയാക്കാർ തുടങ്ങിയ മറ്റു ജനങ്ങളുമായി പങ്കുചേർന്നിരുന്നു. ജോർജ് വിൽഹം ഫെഡറിക് ഹെഗൽ പേർഷ്യക്കാരെ, അതായത് നമ്മുടെ ഇറാനെ തന്നെ ആദ്യത്തെ ചരിത്ര ജനത എന്നാണ് വിളിച്ചത്. BC 625 ഇറാനെ ഒരു രാഷ്ട്രീയമായും സാമ്രാജ്യമായും ഏകീകരിച്ച മെദ്യാരുടെ ഉദയത്തോടെയാണ് ഇരുമ്പ് യുഗത്തിന്റെ ഇറാനിയൻ സാമ്രാജ്യം ആരംഭിച്ചത്. മഹാനായ സൈറസ് സ്ഥാപിച്ച ആക്കിമിനിഡ് സാമ്രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു. ബാൽക്കൺ മുതൽ വടക്കേ ആഫ്രിക്ക, മധ്യേഷ്യ വരെ വ്യാപിച്ചു കിടന്നു അത്. അവരുടെ പിൻഗാമിയായ സെലൂസിഡ്, പാർത്തിയൻ, സാനിയൻ സാമ്രാജ്യങ്ങൾ അധികാരത്തിലെത്തി. ഏകദേശം 1000 വർഷത്തോളം അവർ ഇറാനെ ഭരിച്ചു. ഇറാനെ വീണ്ടും ഒരു പ്രധാന ശക്തിയാക്കി. ഈ സമയത്ത് പേർഷ്യയുടെ, ഇറാന്റെ മുഖ്യ എതിരാളികൾ റോമൻ സാമ്രാജ്യവും അതിന്റെ പിൻഗാമിയായ ബെസൈറ്റൈൻ സാമ്രാജ്യവുമായിരുന്നു. മസിഡോണിയക്കാർ, അറബിയകൾ, തുർക്കികൾ, മംഗോളിയക്കാർ എന്നിവരുടെ അക്രമങ്ങളെ ഇറാൻ സഹിച്ചു. ഈ അക്രമങ്ങൾക്കിടയിലും ഇറാൻ തുടർച്ചയായി തങ്ങളുടെ ദേശീയ സ്വത്ത് പുനഃസ്ഥാപിക്കുകയും ഒരു പ്രത്യേക രാഷ്ട്രീയ സാംസ്കാരിക സ്ഥാപനമായി വികസിക്കുകയും ചെയ്തു. പേർഷ്യയുടെ മുസ്ലിം അധിനിവേശം സസാനിയൻ സാമ്രാജ്യം അവസാനിപ്പിക്കുകയും ഇറാനിയൻ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു. ഇത് 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെയുള്ള ഇറാന്റെ ഇസ്ലാമിക വൽക്കരണത്തിലേക്കും സൊറോസ്ട്രിയനിസത്തിന്റെ തകർച്ചയിലേക്കും നയിച്ചു. എന്നിരുന്നാലും മുൻ പേർഷ്യൻ നാഗരികതകളുടെ നേട്ടങ്ങൾ പുതിയ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് നയിക്കുകയും ചെയ്തു. മധ്യകാലഘട്ടത്തിന്റെ അവസാനത്തിലും ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കത്തിലും നാടോടി ഗോത്രങ്ങളുടെ അക്രമങ്ങൾക്ക് ഇറാൻ ഇരയാവുകയും ചെയ്തു. ഇത് മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. 1501 സഫാവിദ് രാജവംശം ഇറാനെ ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രമായി വീണ്ടും ഒന്നിപ്പിച്ചു. ഇത് ഷിയ ഇസ്ലാമി സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി സ്ഥാപിച്ചു. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ മറ്റൊരു വഴിത്തിരിവായി ഇത്. ഇറാൻ വീണ്ടും ഒരു പ്രമുഖ ലോകശക്തിയായി പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് ഓട്ടോമൻ സാമ്രാജ്യവുമായുള്ള മത്സരത്തിൽ 19ാം നൂറ്റാണ്ടിൽ റുസോ പേർഷ്യൻ യുദ്ധങ്ങളെ തുടർന്ന് ഇറാന് കോക്കസിലെ ഗണ്യമായ പ്രദേശങ്ങൾ റഷ്യൻ സാമ്രാജ്യത്തിന് നഷ്ടമാവുകയും ചെയ്തു. 1979 ഇറാനിയൻ വിപ്ലവം വരെ ഇറാൻ ഒരു രാജവാഴ്ചയായി തുടരുകയായിരുന്നു. 1979 ഏപ്രിൽ 1 ഔദ്യോഗികമായി ഇസ്ലാമിക റിപ്പബ്ലിക്കായി അത് മാറുകയും ചെയ്തു. അതിനുശേഷം ഇറാൻ കാര്യമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങൾക്ക് വിധേയമായി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിക്കപ്പെട്ടത് അയത്തുള്ള ഖമേനി പരമോന്നത നേതാവായി അതിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയെ പുനഃക്രമീകരിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ഇറാൻ ഇറാഖ് യുദ്ധം, അമേരിക്കയുമായുള്ള തുടർച്ചയായ പിരിമുറുക്കങ്ങൾ, അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ തർക്കവിഷയമായ അതിന്റെ ആണവ പദ്ധതി എന്നിവയാണ് ഇറാന്റെ വിദേശ ബന്ധങ്ങളെ ഇപ്പോൾ വളരെയധികം വഷളാക്കിയിരിക്കുന്നത്. എന്നാൽ പോലും ഇറാൻ ഇപ്പോൾ സമാധാനപരമായി മുന്നോട്ട് പോവുകയാണെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.